ബിജെപിയുടെ ലീഡ് മാറി കേട്ടോ. 412 വീണ്ടും താഴ്ന്നു. ബിജെപിയുടെ ലീഡ് പാലക്കാട് ബിജെപിയുടെ ലീഡ് വീണ്ടും വളരെ മിനിമം ലെവലിലേക്ക് പോവാണ്. 500 താഴേക്ക് 412 എന്ന ലീഡിലേക്ക് BJP താഴേക്ക് പോവുകയാണ്. അവർ 4000 പരം ലീഡ് വരെയെങ്കിലും വരാൻ സാധ്യതയുണ്ട്. നമ്മൾ കാണുന്ന പാലക്കാട് നഗരസഭ പിന്നിടുമ്പോൾ 7000 പരം വോട്ടുകളുടെ ലീഡ് അവർക്ക് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്ന സ്ഥലത്താണ് ഇപ്പോഴിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, പിന്നെ 412 വോട്ടിന്റെ മാത്രം ലീഡുമായി BJP തകർന്ന് തരിപ്പണമാകുന്നത് കാണുക. അവർക്ക് ഈ ലീഡ് കൊണ്ട് ഇനി മുന്നോട്ട് പോവുക സാധ്യമല്ല. അജിം സർ, 412 കാണുമ്പോൾ എന്താണ് തോന്നുന്നത്? 4000 വേണ്ട സ്ഥലത്ത് ഞാൻ പറഞ്ഞല്ലോ, 8ാം റൗണ്ടിൽ 8000 ആയാൽ പോലും ജയിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് പാലക്കാട് മണ്ഡലത്തിൽ. അവിടെയാണ് വളരെ നിരാശാജനകമായ ഒരു അവസ്ഥയിലേക്ക് BJP പോകുന്നത്. 4 അക്കം തൊടാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല, 500-നപ്പുറത്തേക്കില്ല. ഇപ്പോൾ ഈ ഇത്രയും 5 റൗണ്ടുകൾ പൂർത്തീകരിക്കുമ്പോൾ 500-നപ്പുറത്തേക്ക് റൗണ്ട് പൂർത്തിയാക്കുമ്പോൾ LDF ഇവിടെ 6 റൗണ്ട് പൂർത്തിയാക്കുമ്പോൾ LDFന് 1755 വോട്ടാണ്, NDAക്ക് 2719 വോട്ടാണ്, UDFന് 3270 വോട്ടാണ്. കഴിഞ്ഞ തവണ 6 റൗണ്ടിൽ LDFന്റെ വോട്ട് 1234 ഇത്തവണ 1755 ആയിട്ടുണ്ട്. എല്ലാ അർത്ഥത്തിലും സരിൻ അദ്ദേഹത്തിന്റെ വോട്ട് വർദ്ധിപ്പിക്കുന്നതാണ് നമ്മൾ കാണുന്നത് എന്ന കാര്യം കൂടി പ്രത്യേകം ഓർക്കണം. ഒപ്പം 2700 1000 വോട്ടിന്റെ വ്യത്യാസത്തിലാണ് 6ാമത്തെ റൗണ്ട് LDFും NDAയും തമ്മിൽ പൂർത്തിയാക്കിയിട്ടുള്ളത്. ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ LDFന് അതിൽ എന്തുമാത്രം മെച്ചപ്പെടുത്താൻ കഴിയും എന്നത് നമ്മൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. പാലക്കാട്ടെ കണക്കുകൾ ശ്രദ്ധിക്കേണ്ടതാണ്. 6ാം റൗണ്ടിൽ വീണ്ടും കഴിഞ്ഞ തവണത്തെക്കാളും വോട്ട് വർദ്ധിപ്പിക്കാൻ 500-ലധികം വോട്ട് 520 വോട്ട് വർദ്ധിപ്പിക്കാൻ LDFന് കഴിഞ്ഞിട്ടുണ്ട് എന്നത് കൂടി ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. എന്തായാലും 412 വോട്ടിൽ മാത്രം ലീഡ് മാത്രമേ BJPക്കുള്ളൂ. അതിപ്പോൾ ഏതാണ്ട് അടുത്ത മിന്നിമറയിൽ അത് UDFന് ലീഡായിട്ട് മാറാനുള്ള സാധ്യതയാണ് വളരെ കൂടുതൽ, അല്ലേ? തീർച്ചയായിട്ടും ഇനി വരാൻ പോകുന്നത് വളരെ നിർണായകമാണ്. ഞാൻ പറഞ്ഞല്ലോ, 8ാം റൗണ്ട് വരെ പ്രശ്നമില്ല. 8ാം റൗണ്ട് വരെ BJP ലീഡ് നിലനിർത്തിയാലും UDFനെ സംബന്ധിച്ച് പ്രശ്നമല്ല. ഈ ലീഡ് എന്ന് പറയുന്നത് നോക്കുക, വെറും 412 വോട്ടിന്റെ ലീഡ് എന്ന് പറഞ്ഞാൽ അത് വളരെ നിഷ്പ്രയാസം മറികടക്കാൻ UDFന് കഴിയും എന്നുള്ളതാണ്. യെസ്, അതാണിപ്പോൾ പാലക്കാട് നിന്ന് നമുക്ക് ലഭിക്കുന്ന ചിത്രം. ഈ 412 കൊണ്ട് ഒരു കാര്യവും BJPക്ക് ഇല്ല എന്ന് മാത്രമല്ല, അവർ ആഴത്തിൽ ചിന്തിക്കേണ്ടി വരുന്ന ആത്മവിമർശനത്തിലേക്ക്, ആ വാക്കൊക്കെ അവർക്ക് പറ്റുന്ന വാക്കാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ എന്നാലും അതിലേക്ക് അവർക്ക് പോകേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വോട്ടെടുപ്പ് ദിവസം രാമേശ്വരത്തിന് ടൂർ പോകുന്ന ഒരു പാർട്ടിയുടെ അവർക്ക് അർഹിക്കുന്ന തരത്തിലുള്ള ഒരു ലീഡ് മാത്രമാണ് ലഭിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. പക്ഷേ ഇനിയിപ്പോൾ അങ്ങോട്ട് പഞ്ചായത്തുകളിലേക്ക് കടന്നു കഴിഞ്ഞാലുള്ള ഒരു ചിത്രമാണ് കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. LDFന് മുന്നേറി വരാൻ കഴിയുമോ, 2ാം സ്ഥാനത്തേക്ക് മുന്നേറി വരാൻ കഴിയുമോ എന്നുള്ളതാണ് നിർണായകമായ ഒരു ചോദ്യം എന്നുള്ളതാണ്. മറ്റ് കാണേണ്ടത് ചേലക്കരയ്ക്ക് നന്ദി എന്ന നിലയിൽ ഇപ്പോൾ LDFന്റെ പീസാറിനെ സംബന്ധിച്ച് 2ാം സ്ഥാനത്തേക്ക് വരിക എന്നുള്ളത് നിലവിലെ പെർഫോമൻസ് വെച്ച് കഴിയും എന്ന് തോന്നുന്നില്ല. നിലവിൽ നഗരസഭയിലെ പെർഫോമൻസിൽ സരിൻ വരാൻ കഴിയില്ല. പക്ഷേ ഇനി പഞ്ചായത്തിലെ പഞ്ചായത്തുകളിലെ വോട്ടുകൾ എണ്ണുമ്പോൾ വളരെ ശക്തമായ ഒരു തിരിച്ചുവരവ് പീസറിന് നടത്താൻ കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം. അങ്ങനെയെങ്കിൽ മാത്രമേ 2ാം സ്ഥാനത്തേക്ക് എത്താൻ കഴിയുള്ളൂ. അതെ, ഇത് 6ാമത്തെ റൗണ്ട് പൂർത്തിയാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പാലക്കാട് തീർച്ചയായിട്ടും BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ മുന്നേറ്റം ഉണ്ടാകേണ്ട, 4000 പരം വോട്ടുകളുടെ ഭൂരിപക്ഷം ഉണ്ടാകേണ്ട, ലീഡ് ഉണ്ടാകേണ്ട ഒരു സമയത്താണ് 412 മുടന്തി നിൽക്കുന്നത് എന്ന് കാണുക. ഈ മുടന്തി നിൽപ്പ് ഇനി അങ്ങോട്ട് ഒരു തരത്തിലും സഹായമാവില്ല. മുന്നോട്ട് പോകുന്തോറും അത് വീണ്ടും മുടന്നേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്കായിരിക്കും BJP നീങ്ങുക. പഞ്ചായത്തുകളിൽ അവർക്ക് ആ നിലയ്ക്കുള്ള സ്വാധീനം. സാജിദ്, ഇപ്പോഴത്തെ ഈ 412 ഒന്ന് വിശകലനം ചെയ്യൂ. രണ്ടാമത്, ഈ പോക്ക് പോയാൽ ഇപ്പോഴത്തെ ട്രെൻഡ് മനസ്സിലായി കാണുമല്ലോ, വോട്ടിങ്ങിന്റെ ഒരു ജനങ്ങളുടെ ഒരു വികാരത്തിന്റെ ഒരു ട്രെൻഡ് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഒപ്പം നിങ്ങൾ ഈ ഏറ്റക്കുറച്ചിലും കാണുന്നുണ്ടാവും. സരിൻ സെക്കൻഡ് പൊസിഷനിലേക്ക് വരാനുള്ള സാധ്യതയുണ്ടോ? നിഷാദ്, ഇപ്പോഴുള്ള ഈ 416 എന്നുള്ള ഈ BJPയുടെ ഭൂരിപക്ഷം 7ാം റൗണ്ടിലെ മേപ്പറമ്പിലെ ഒറ്റ ബൂത്ത്, മേപ്പറമ്പിലെ 88ാം ബൂത്തിന്റെ പെട്ടി പൊട്ടിക്കുന്നതോടുകൂടി മറികടക്കും എന്ന് നമുക്ക് ഉറച്ചു പറയാൻ കഴിയും. ഈ റൗണ്ടിൽ വലിയ ലീഡ് UDFന് ഉണ്ടാകും 7ാം റൗണ്ടിൽ എന്നുറപ്പാണ്. കാരണം BJPയുടെ ശക്തി കേന്ദ്രങ്ങൾ ഉണ്ടെങ്കിൽ കൂടി കൂടുതൽ ബൂത്തുകൾ ഇവർക്ക് UDFന് അനുകൂലമാണ് എന്ന് മാത്രമല്ല, നല്ല വോട്ട് ലീഡ് കൂടി ഉള്ള വോട്ടർമാരുടെ എണ്ണം കൂടുതലുള്ള ബൂത്തുകളാണ്. അതാണ് ഞാൻ പറഞ്ഞത്, മേപ്പറമ്പിൽ 906 വോട്ടാണ് ഉള്ളത്. അവിടെ വലിയ ഒരു 600 വോട്ടിൽ അധികം UDFന് നേടാൻ കഴിയും. ഈ സരിന്റെ പെർഫോമൻസ് ആദ്യഘട്ടത്തിൽ മികച്ചതായിരുന്നു. അതായത് കൽപ്പാത്തി മേഖലയിൽ ഈ ശ്രീധരന് കിട്ടിയ വോട്ടിന്റെ വലിയ ഒരു ശതമാനം സരിന് വന്നു. പക്ഷെ ആ രീതിയിൽ പിന്നീട് മുന്നോട്ട് പോകുന്നില്ല. വലിയൊരു
മുന്നേറ്റം സരിൻ പിന്നീട് കാഴ്ചവെക്കുന്നില്ല. ഇനി ഈ ഗ്രാമീണ മേഖലകൾ കഴിയുന്നതോടുകൂടി ഒരുപക്ഷെ ഒരു മികച്ച പെർഫോമൻസിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ അത്ര വലിയ മുന്നേറ്റം സരിൻ കാഴ്ചവെക്കുന്നില്ല. തുടക്കത്തിൽ മികച്ച ഒരു മുന്നേറ്റം കാഴ്ചവെച്ചിരുന്നു. എന്തായാലും ഇപ്പോൾ ഇനി 7ാം റൗണ്ടാണ് എണ്ണുന്നത്. 7ാം റൗണ്ട് കഴിഞ്ഞ് 8ാം റൗണ്ട് ആകുമ്പോൾ 9,000 വോട്ടെങ്കിലും വേണം BJPക്ക്. പക്ഷെ അത് ഇനി അസാധ്യമാണ് എന്ന് നമുക്ക് തീർത്ത് പറയാൻ കഴിയും. കാരണം അവരുടെ കോട്ട കൊത്തളങ്ങളെല്ലാം തന്നെ എണ്ണി തീർന്നിരിക്കുന്നു. ഇനിയുള്ളത് UDFന് അനുകൂലമായ നഗരസഭയുടെ മേഖലകളാണ്. പിന്നീട് UDFന്റെ കോട്ടയായ പ്രായരി പഞ്ചായത്താണ്. അങ്ങനെ ഈ ഒരു ട്രെൻഡ് പോവുകയാണെങ്കിൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ 10,000 എന്നതും കടക്കാനുള്ള സാധ്യതയാണുള്ളത്. ശരി, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടെണ്ണൽ പൂർത്തിയാകുമ്പോൾ 5ാം റൗണ്ടിൽ BJP 4,387 വോട്ടിന്റെ ലീഡ് നിലനിർത്തിയതാണ്. 6ാം റൗണ്ടിൽ അവരുടെ ലീഡ് 6,695 വോട്ടാണ്. അവിടെയാണ് 6,695 വേഴ്സസ് 412. 6,695 വോട്ട് 6ാം റൗണ്ടിൽ നേടിയ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതേ സ്ഥാനാർത്ഥി നേടിയ സ്ഥാനത്താണ് ഈ റൗണ്ടിൽ 412 വോട്ടിലേക്ക് അവരുടെ ലീഡ് നില കുറയുന്നത്. 7ാം റൗണ്ടിൽ അവർ 2,939 വോട്ടിലേക്ക് അവരുടെ ലീഡ് നില കുറയ്ക്കാൻ VK ശ്രീകണ്ഠനായിരുന്നു. 8ാം റൗണ്ട് മുതലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ VK ശ്രീകണ്ഠൻ ലീഡ് നേടി തുടങ്ങിയത്. അവിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു വട്ടം ലീഡ് നിലയിൽ മുന്നിട്ട് വരികയും ഇപ്പോൾ വെറും 400 വോട്ടുകളിലേക്ക്, വെറും 412 വോട്ടുകളിലേക്ക് ലീഡ് നില ചുരുക്കുകയും ചെയ്തു. എത്ര വലിയ ആഘാതമാണ് BJPക്ക് പാലക്കാട് നഗരസഭയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്ന് ഈ ലീഡ് നിലയിൽ നിന്ന് തന്നെ കാണാം. ഉറപ്പായിട്ടും നമ്മൾ തുടക്കം മുതൽ നമ്മൾ പറഞ്ഞ ആ പാറ്റേണിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് നമുക്കറിയാം. അത് ഇനിയിപ്പോൾ 7ാം റൗണ്ടിൽ സാജിദ് പറഞ്ഞ പോലെ 7ാം റൗണ്ടിൽ മേപ്പറമ്പിലെ പെട്ടി പൊട്ടിച്ചാൽ ഉടൻ തന്നെ രാഹുലിന് ലീഡ് വന്നു തുടങ്ങും. കാരണം നഗരസഭയിൽ കോൺഗ്രസിന് സ്വാധീനമുള്ള വാർഡുകളിലേക്കാണ് അത് പിന്നീട് കടക്കുന്നത്. അത് വന്നു കഴിഞ്ഞാൽ തന്നെ ഈ ലീഡ് മാറി മറിയും. അപ്പൊ 7ാം റൗണ്ടിന് കഴിഞ്ഞ തവണ നമ്മൾ രാവിലെ സംസാരിച്ചപ്പോൾ സാജിദ് പറഞ്ഞ് 8ാം റൗണ്ട് കഴിയുമ്പോൾ പറയാമെന്നാണ്. അത്രയ്ക്കൊന്നും കാത്തു നിൽക്കാതെ 4ാം റൗണ്ട് കഴിഞ്ഞപ്പോൾ തന്നെ പറയാൻ കഴിയുന്ന വിധത്തിലുള്ള ചിത്രത്തിലേക്ക് പോയി. അത് 7ാം റൗണ്ട് ആകുമ്പോഴേക്കും ഉറപ്പിച്ച് വലിയ ഭൂരിപക്ഷത്തിലേക്ക് രാഹുൽ നീങ്ങുമെന്ന് പറയാൻ കഴിയുന്ന ഒരു സാഹചര്യം നമ്മൾ ആലോചിക്കണം. ഒരാൾ മുന്നിൽ നിൽക്കുകയും ഒരു സ്ഥാനാർത്ഥി മുന്നിൽ നിൽക്കുകയും മറ്റേയാൾ വിജയിക്കുകയും ചെയ്യുമെന്ന് പറയാൻ കഴിയുന്ന ഒരു തെരഞ്ഞെടുപ്പായി ഇതിനെ നമുക്ക് മാറ്റാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ശരി, അത് പാലക്കാട് നഗരസഭയുടെ പ്രത്യേകതയാണ്. പാലക്കാട് അസംബ്ലി അനാലിസിസും കൂടി വളരെ പ്രധാനമാണല്ലോ. ഇപ്പൊ നമ്മുടെ റിപ്പോർട്ടർമാരുടെ ഒരു ബലം നമുക്ക് അതാണ്, അതിനെ അങ്ങനെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അത് തന്നെയാണല്ലോ നമ്മുടെ UDF കേന്ദ്രങ്ങളുടെ ഇപ്പോഴത്തെ ഒരു ഉറപ്പും. അത് കാണാൻ വേണ്ടിയാണല്ലോ അവരും ഇരിക്കുന്നത്. 412 വോട്ട് ലീഡ് ചെയ്യുന്ന ഒരു സ്ഥാനാർത്ഥിക്ക് ഒരിക്കലും ജയിക്കാൻ കഴിയില്ല എന്ന് ഇപ്പോൾ തന്നെ ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. ഒരിക്കലും ജയിക്കാൻ പോകുന്നില്ല, വളരെ പിന്നിൽ പോകുമെന്ന് പറയാൻ കഴിയുന്ന നിലയിലേക്ക് പോവുകയാണ്. അപ്പൊ 2ാം സ്ഥാനത്തിന് വേണ്ടിയുള്ള മത്സരം മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. അല്ലെങ്കിൽ തന്നെ കഴിഞ്ഞ കുറെ നേരമായിട്ട് ലീഡ് ചെയ്യുന്ന ഒരു സ്ഥാനാർത്ഥി എന്തിനാണ് ഇത്രയും വിഷണനായി ഇരിക്കുന്നത്? ലീഡ് കണ്ടിട്ടും സങ്കടപ്പെടുന്ന ഒരു സ്ഥാനാർത്ഥിക്ക് അറിയാം വരാൻ പോകുന്നത് നല്ല അധ്യായങ്ങളല്ല എന്ന കാര്യം. എന്തായാലും പാലക്കാട്ടെ സാഹചര്യം മാറി മറിയാൻ പോവുകയാണ്. ഇപ്പോൾ ഈ കാണുന്ന നമ്പറുകളിലൊന്നും വിശ്വസിക്കരുത്, അതൊന്നും നമ്പാതെ ഇനി വരാൻ പോകുന്നതാണ് ശരിയായ കണക്കുകൾ. അതുകൊണ്ട് BJPയെ സംബന്ധിച്ച് അവർക്ക് ശുഭകരമായ സകല ഇടത്തും കണക്കുകളൊന്നും എവിടെയും കാണുന്നില്ല.